അറ്റ് സം പോയിൻ്റ് ഓഫ് ലൈഫ് നമ്മൾ ലൈഫിൽ ചില റിസ്ക് അല്ലെങ്കിൽ സാഹസങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വർഷം മുൻപ് ഞാൻ എടുത്തിട്ടുള്ളൊരു ചെറിയ സാഹസകഥയാണിത്. ലൈഫിലൊരു ചെറിയ വലിയ മാറ്റമൊക്കെ വരണമെന്ന് കണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ചെയ്തത്. സത്യത്തിൽ ഞാനിത് ചെയ്തിട്ട് വന്നിട്ട് എൻ്റെ പാരൻസ് പോലെ ഭയങ്കര ഷോക്കായി പോയി. പളനിയിലൊരു നേർച്ച പോലൊക്കെ ചെയ്തതാണ്. പക്ഷേ നേർച്ചയേക്കാൾ ഉപരി എനിക്കതൊരു ഡൊണേഷൻ പോലെ ചെയ്തതിൽ എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷവും പ്രൗഡും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈഫിലൊരു ചെറിയ വലിയ ചേഞ്ചൊക്കെ വേണമെന്ന് തോന്നുമ്പോഴായിരിക്കുമല്ലോ നമ്മൾക്ക് അത്രയും പ്രിയപ്പെട്ട ഹെയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്തു. അതിൻ്റെ പേരിൽ പല രീതിയിലുള്ള ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലരും നമ്മളോടുള്ള കൺസേൺ കൊണ്ടാണ്. എന്നാൽ ഈ സ്നേഹത്തെക്കാൾ ഉപരി പല രീതിയിൽ കുത്തി നോവിക്കാൻ ശ്രമിച്ച മനുഷ്യരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ലൈക്ക് എന്തോ മാറാരോഗം കാരണമാണ് മുടി മുറിച്ചതെന്നുള്ള രീതിയിലുള്ള മുഖത്ത് നോക്കി ചോദിച്ച ആൾക്കാരുണ്ട്. ചിലർ സ്നേഹവും കരുതലും കൊണ്ട് ചോദിച്ച ആൾക്കാരുണ്ട്. അവരോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ ചോദിച്ചവരോട് പറയാനുള്ളത്, നമ്മൾ മുടി മുറിക്കുന്നത് മാറാരോഗം വന്നിട്ട് മാത്രമല്ല, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരണമെന്ന് ആഗ്രഹിക്കുമ്പം നമ്മൾ ചെയ്യുന്നതാണ്. സോ എൻ്റെ ഈ ഹെയർ ഗ്രോ ജേർണിയുടെ എല്ലാ ഫേസും ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റും വിധം ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എനിക്കതൊരു മെമ്മറൈസ് ചെയ്തൊരു മെമ്മറി പോലെ എടുത്തു വെക്കാൻ വേണ്ടി. ഈ ഒരു 1 ഇയർ ജേണി ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻജോയ്മെൻറ്റിനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ലൈക്ക് എപ്പോഴാണ് ആദ്യമായിട്ട് മുടി വന്ന് കെട്ടാൻ പറ്റുക, ആൻഡ് ഫസ്റ്റ് ടൈം പൂ വെക്കാൻ പറ്റുക. ഇതൊരു കൊച്ചുകുട്ടി എങ്ങനെ, ഒരു പാരൻസ് എങ്ങനെയാണോ കൊച്ചുകുട്ടികളുടെ ഓരോ വളർച്ച ഇതാകുന്നത്, അതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഈ മുടിയുടെ വളർച്ചയും കണ്ടത്. അതുകൂടാതെ നമ്മുടെ ഓർമ്മയിൽ മാത്രമുള്ള നമ്മുടെ കുറേ എൻ്റെ കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പഴയ കുറേ ഫോട്ടോസിൻ്റെ റീക്രിയേഷൻസ്, അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു എനിക്കിത്. അങ്ങനെ പല പല ഫേസ് കടന്ന് ഇപ്പോൾ എൻ്റെ യാത്ര 1 ഇയർ എത്തി നിൽക്കുമ്പം ജസ്റ്റ് പിന്നോട്ട് തിരിഞ്ഞ് നോക്കുമ്പം എനിക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജേർണി ഫോർ മീ. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും അത് ആ ഒരു ഫേസ് കടന്നു. എൻ്റെ ജീവിതത്തിലെ തിരിച്ചറിവുകളുടെ ഒരു വർഷം കൂടായിരുന്നു എനിക്കിതെന്ന് പറയുന്നത്. കാരണം ഞാൻ പോലും വിചാരിക്കാത്ത അത്ര ഭംഗിയായിട്ടാണ് എന്നെ ലൈഫ് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഈ ഒരു യാത്രക്കിടയിൽ നല്ല മനുഷ്യരുടെ നന്മ തിരിച്ചറിയാൻ പറ്റി. ഓൾസോ നമ്മൾ നല്ലതെന്ന് വിചാരിച്ച പലരുടെയും തിന്മകൾ തിരിച്ചറിയാൻ പറ്റി. അങ്ങനെ ഒത്തിരി ഒത്തിരി തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ഫേസ് കൂടായിരുന്നു എനിക്കിത്. ഒരു കോട്ട്സ് പറയുന്ന പോലെ തന്നെ നമ്മളൊരിക്കലും ടൈമിനെയും മൊമെൻറ്റിനെയും ഒന്നും ബ്ലെയിം ചെയ്യാൻ പാടില്ല. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സൺ ആൻഡ് റൈറ്റ് തിങ് ടു ഹാപ്പൻ ഇൻ അവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ കൂടെയാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി.